ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ലോക മുസ്ലിങ്ങൾ ത്യാഗസന്നദ്ധതയോടെ ആചരിക്കുന്ന റംസാൻ ആ പുണ്യമാസത്തിന് മുന്നോടിയായി മുത്തൂർ നൂറുൽ ഇസ്ലാം മസ്ജിദ് ആൻഡ് മദ്രസ കമ്മിറ്റി സംഘടിപ്പിച്ച റംസാൻ മുന്നൊരുക്കം എന്ന വിഷയത്തിൽ 2 ദിവസത്തെ റംസാൻ പ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചു. സൈനുൽ ആബിദ് ഹുദവി ചേകന്നൂർ പ്രഭാഷണം നടത്തി. നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ മുൻഗാമികളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകുന്നതിനു വേണ്ടി എന്ന് പ്രഭാഷണത്തിൽ അദ്ദേഹം ഉണർത്തി. പ്രസിഡന്റ് കെ ആലിക്കുട്ടി ഹാജി അധ്യക്ഷത വഹിച്ച പരിപാടി ഖത്തീബ് വെളത്തൂർ മുഹമ്മദ് കുട്ടി ബക്കവി ഉദ്ഘാടനം നിർവഹിച്ചു. ജനറൽ സെക്രട്ടറി കെ പി ഫസലുദ്ദീൻ ഹാജി സ്വാഗതം പറഞ്ഞു. സലാഹുദ്ദീൻ ഉസ്താദ്, കെ കെ റിയാസ്, റിസ്വാൻ ഉസ്താദ്, അജ്മൽ, വി കോയക്കുട്ടി ഹാജി, വി മൊയ്തു ഹാജി, ഉമ്മർ മാസ്റ്റർ, കെ കെ ഉമ്മർ ബാവ ഹാജി, തൈദാലി, കെ പി റഷീദ്, നഫ്സുർ റഹ്മാൻ, ആസാദ് കെ, ജാസിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. 100ഓളം സ്ത്രീകളും പ്രസ്തുത പരിപാടിയിൽ സംബന്ധിച്ചു. കെ കെ റിയാസ് നന്ദി പറഞ്ഞു. ഇന്ന് നമ്മൾ മുത്തൂർ നൂറുൽ ഇസ്ലാം പള്ളി മദ്രസ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വളരെ അടുത്ത ദിവസം സംജാതമായിട്ടുള്ള റമദാനിൻ്റെ മുന്നൊരുക്കം എന്ന വിഷയത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചുകൊണ്ട് ഉള്ള പരിപാടിയിലാണ് നമ്മൾ കൂടിയിരിക്കുന്നത്. അള്ളാഹു നമ്മുടെ കൂടിയിരിക്കൽ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമുക്കറിയാം, ഇസ്ലാമിനെ സംബന്ധിച്ച് വളരെയധികം പൊട്ടിഘോഷങ്ങളും അതുപോലെ തന്നെ പല അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാ കാലത്തും 1500 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുദൂതരാൽ നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ടതാണ് വയലു നടത്തുക, ഉപദേശങ്ങൾ കൊടുക്കുക, അത് സ്വീകരിക്കുക, നടപ്പിലാക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഖത്തീബ് ബഹുമാന്യായ വെളത്തൂർ മുഹമ്മദ് കുട്ടി ബക്കവി ഉസ്താദ് അവർ ഇവിടെ ഉണ്ട്. ഈ സംരംഭത്തിന്, അതായത് റമദാൻ്റെ മുന്നൊരുക്കം, ആദ്യമായിട്ട് ഇപ്പോൾ റമദാൻ്റെ മുന്നൊരുക്കം മുനിസിപ്പാലിറ്റിയിൽ നമ്മളാണ് നടത്തുന്നത്. എല്ലാം ഭംഗിയാക്കാൻ നിങ്ങളെല്ലാവരും സഹകരണം ഇപ്പോഴും ആവശ്യമാണ്. വന്ന എല്ലാവർക്കും എൻ്റെ എല്ലാ അഭിവാദ്യങ്ങളും അനുഗ്രഹങ്ങളും അർപ്പിക്കുന്നു. ഇതിൻ്റെ ഉദ്ഘാടനത്തിനായി ഞാൻ മുഹമ്മദ് കുട്ടി ഉസ്താദ് അവരെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമ്മുടെ ഉസ്താദ് അവരുടെ പ്രഭാഷണം ശ്രവിക്കാൻ വേണ്ടിയാണ്. നമ്മൾ അറിവ് പഠിക്കുക എന്ന ലക്ഷ്യം കൊണ്ടാണ്. വേറെ ഇതിൻ്റെ അപ്പുറം നമുക്ക് മറ്റു ലക്ഷ്യമില്ല. നമുക്കറിയാത്തൊരുപാട് കാര്യങ്ങൾ ഉണ്ട്. അത് നാം പഠിക്കൽ നമുക്ക് വളരെ അനിവാര്യമായ കാര്യമാണ്. പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ നിർദ്ദേശമനുസരിച്ചുകൊണ്ട് ഒരു മനുഷ്യനിക്ക് ഫറള് കിഫ, ഫറള് ഐൻ എന്നിങ്ങനെ രണ്ടായി തിരിക്കുന്ന നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ജ്ഞാനങ്ങളും അനുബന്ധമായിക്കൊണ്ട് അറിഞ്ഞിരിക്കേണ്ട ജ്ഞാനങ്ങളും എന്നിങ്ങനെ രണ്ടായിക്കൊണ്ട് വിജ്ഞാനത്തിന് തിരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. നിർബന്ധമായി നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നിസ്കാരം, നോമ്പ്, സക്കാത്ത് പോലത്തെ ഓരോ വ്യക്തിയിലും അർപ്പിതമായ കാര്യങ്ങൾ അത് നാം അറിഞ്ഞേ പറ്റൂ, മനസ്സിലാക്കിയേ പറ്റൂ, അത് പ്രാവർത്തികമാക്കിയേ പറ്റൂ. അതിൻ്റേതായ യഥാർത്ഥ രൂപത്തിൽ നാം അത് കൃത്യമായിക്കൊണ്ട് നടപടി അതെല്ലാം ചെയ്തേ പറ്റൂ. യാതൊരു വിട്ടുവീഴ്ചയും അതിലില്ല. ഇൽമിനെ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് അത് വളരെ അനിവാര്യമാണ്. പരിശുദ്ധ റമദാനിൻ്റെ മുന്നോടിയായി ശ്രേഷ്ഠമായൊരു മജ്ലിസിൽ സന്നിഹിതരാകാൻ നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകിയിരിക്കുകയാണ്. ഇതിന് എല്ലാ നിലക്കും നേതൃത്വം നൽകിയ ഈ പള്ളിയുടെയും മദ്രസയുടെയും കമ്മിറ്റി ഭാരവാഹികൾ, പ്രിയപ്പെട്ട ഉസ്താദുമാർ, സർവോപരി ഇവിടെ എത്തിച്ചേർന്ന ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, വിദ്യാർത്ഥിനികളെ, സുഹൃത്തുക്കളെ, അള്ളാഹു നമ്മുടെ മജ്ലിസിനെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസരുടെ കൂട്ടത്തിൽ സാധുക്കളായ നമ്മെ അവൻ ഉൾപ്പെടുത്തി തരട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യട്ടെ. നമ്മെയും അവരെയും ഇഹത്തിലും പരത്തിലും വിജയികളുടെ കൂട്ടത്തിൽ അള്ളാഹു ചേർത്ത് തരട്ടെ.
നാമുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അള്ളാഹു അവൻ്റെ റഹ്മത്തിൻ്റെയും ബറക്കത്തിൻ്റെയും കവാടങ്ങൾ തുറന്നു തരട്ടെ. ഈ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസിൻ്റെ കൂട്ടത്തിൽ അള്ളാഹു തആല ഉൾപ്പെടുത്തി തരട്ടെ. ആഖിബത്ത് നന്നായി ഈ ലോകത്ത് നിന്ന് വിട്ടുപിരിയാൻ ഭാഗ്യം ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ മുഅ്മിനാത്തുകളിൽ നമ്മെയും നമ്മുടെ അഹ്ലീങ്ങളെയും അള്ളാഹു ചേർത്ത് തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനികളെ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തികളാകാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. ലോകത്ത് കടന്നുവന്ന സമുദായങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായ സമുദായമാകാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമ്മുടെ നേതാവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അനേകം ശ്രേഷ്ഠതകൾ ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയിട്ടുണ്ട്. ആ ശ്രേഷ്ഠതകളിൽ പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായി നമുക്ക് എണ്ണാൻ കഴിയുന്ന ഒരു സവിശേഷതയാണ് പരിശുദ്ധമായ ഷഹ്റു റമദാൻ, സയ്യിദു ശുഹൂറായ വിശുദ്ധ മാസം അള്ളാഹു നമുക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ട രീതിയിൽ നമുക്ക് നൽകി എന്നത്. പുണ്യ റമദാൻ കടന്നു വരുന്ന സമയത്ത് മുഅ്മിനീങ്ങൾ മാത്രമല്ല സന്തോഷിക്കുന്നത്. പുണ്യ റമദാൻ കടന്നു വരുന്ന സമയത്ത് ഈ പ്രപഞ്ചവും സന്തോഷിക്കുന്നുണ്ട്. ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹല്ല ഹിലാലു റമദാൻ സാഹൽ അർശു വൽ കുർസിയു വൽ മലായികതു വമാ ദൂനഹും യഖൂലൂന തൂബാ ലി ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ റമദാൻ സമാഗതമാകുമ്പോൾ, വിശുദ്ധ റമദാനിൻ്റെ ചന്ദ്രിക വാനത്ത് ദർശിക്കാൻ കഴിയുന്ന ആ സമയത്ത് സ്വാഹൽ അർശു വൽ കുർസിയു വൽ മലായികതു വമാ ദൂനഹും, അള്ളാഹുവിൻ്റെ അർശ്, അള്ളാഹുവിൻ്റെ കുർസി, ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാമുണ്ടോ ഇതിലുള്ള അള്ളാഹുവിൻ്റെ എല്ലാ ജീവജാലങ്ങളും മലായികത്തുൽ കിറാമും എല്ലാവരും സന്തോഷം രേഖപ്പെടുത്തുകയും യഖൂലൂന, അവരൊക്കെ പറയും, തൂബാ ലി ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് എത്രമാത്രം ആനന്ദമാണ് എന്ന് അവർ വിളിച്ചു പറയും. എന്നാൽ ഇദാ കാന ആഖിറു ലൈലത്തിൻ മിൻ റമളാൻ, പുണ്യ റമളാനിന്റെ അവസാനത്തെ രാവ് വന്നു കഴിഞ്ഞാൽ ബക്കത്തിസ് സമാവാതു വൽ അർളു വൽ മലായിക, റമളാൻ കടന്നു വരുമ്പോൾ സന്തോഷിച്ചത് ആകാശവും ഭൂമിയും പ്രപഞ്ചവും അതിലുള്ള സകല ജീവജാലങ്ങളും മലായികത്തുൽ കിറാമുമാണെങ്കിൽ, റമളാൻ തിരിച്ചു പോകുന്ന സമയത്ത് അവരെല്ലാവരും കരയുമെന്നും ആകാശഭൂമികൾ കരയുമെന്നും മലക്കുകൾ ഖേദം രേഖപ്പെടുത്തുമെന്നും, എന്നിട്ട് അവർ പറയും, മുസീബത്തൻ ലി ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് വന്നുപെട്ട മുസീബത്താണ് റമളാൻ കഴിഞ്ഞു പോകുന്നത് എന്ന്. ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിയ ഏറ്റവും വലിയ നേട്ടങ്ങളിൽപ്പെട്ട ഒരു നേട്ടമാണ് സയ്യിദു ശുഹൂറായ പരിശുദ്ധ റമളാൻ നമുക്ക് സമാഗതമാകുന്നു എന്നത്. അല്ലാഹു നമുക്കതിനെ ഉപയോഗപ്പെടുത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മീഡിയ ന്യൂസ്, തിരൂർ.